അദാനി വളർന്നത് തന്നെ കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ്. ഇതൊരു സാധാരണക്കാരായിട്ടുള്ള ലോജിസ്റ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു. പിന്നീടാണ് ഷിപ്പിംഗ് ലൈനിലൊരു ഏജൻ്റായിട്ട് വരലും പിന്നീട് അതിന് ശേഷം മറ്റുള്ള വളർച്ചയിലേക്ക് വരുന്നത്. ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ സഹായിച്ചിട്ടുള്ള കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ്സുമായിട്ട് ഏറ്റവും നല്ല ബന്ധങ്ങളുള്ള ഒരാൾ. അദാനിയെ ഇന്നലെ വാസവൻ വിശേഷിപ്പിച്ചത് പാർട്ട്ണർ എന്നാണ്. അത് മോഡി ആ വാക്കെടുത്തെടുത്ത് വീണ്ടും ഉപയോഗിച്ചു. CPM തന്നെ അതിന് ചില വ്യത്യസ്ത കോളൊന്നും അത് ശരിയായില്ല എന്ന് പറയുന്നത്. അതിനെങ്ങനെയും ഞാൻ ഏത് നിലയ്ക്കും അത് ചെയ്ത് നേടിയെടുക്കുക, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ജോലിയിൽ നിന്ന് മാറേണ്ടി വരും. അദ്ദേഹത്തിന് ഏൽപ്പിച്ച കാര്യം നടത്തിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനു മുമ്പുള്ള പല സംസ്ഥാന പ്രസിഡന്റുമാരും എങ്ങനെ മാറിയെന്നുള്ളത് നമുക്കറിയാം. കേരള ഗവൺമെൻറ്റും അതേപോലെ അദാനിയുടെ കമ്പനിയുമായിട്ട്. പക്ഷേ അതിലെനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ഇത് പ്രാവർത്തികമാക്കാമായിരുന്നു സിയാൽ മോഡൽ. ഏവർക്കും നിലപാടിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ NA മുഹമ്മദ് കുട്ടിയാണ് നമ്മോടൊപ്പം നിലപാടിലുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനമാണ്. ആ പദ്ധതിയുടെ അവകാശികൾ ആരാണ് എന്നതിലാണ് വലിയ തർക്കം നിൽക്കുന്നത്. വേദിയിൽ പോലും വലിയ തർക്കം നമ്മൾ കണ്ടു. ശരിക്കും ആരാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്? അതിലെല്ലാവർക്കും അവരുടേതായിട്ടുള്ള കടമകൾ നിർവഹിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് 1940 മറ്റോ ആണ് സർ CPയുടെ, അതായത് ദിവാൻ ഭരണത്തിൻ്റെ കാലത്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ക്രെഡിറ്റ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം പിന്നീട് മാറി മാറി വന്ന സർക്കാരുകളെല്ലാം ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ശരിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി അതിന് നടത്തിയെടുക്കണമെന്ന ഉദ്ദേശത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അതിന് ശേഷം പിന്നീട് അന്നതിനെ സമരത്തിനെ എതിർത്തവരായ അതായത് LDF, പിണറായി വിജയൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ അത് തീർച്ചയായിട്ടും അതിന് വളരെ കാര്യമായിട്ടുള്ള എഫേർട്ട് എടുത്ത് അതിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളതാണ് എന്നല്ലാതെ അതിന് ഓരോരുത്തരും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സമയത്ത് അതിപ്പോൾ CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏത് കാര്യങ്ങളൊന്നല്ല ആദ്യം എതിർക്കും, കമ്പ്യൂട്ടർ വരുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ള വരുമ്പോഴും ഒന്ന് എതിർക്കും. പിന്നീട് അവർ വരുമ്പോഴതൊക്കെ പ്രാവർത്തികമാക്കും. അതൊരു നമുക്കതിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല അതായത് ഉമ്മൻചാണ്ടി എടുത്ത ഇനീഷ്യേറ്റീവ് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാമെന്നുണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, അന്ന് ആരോപണം ഉയർത്തിയ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കമ്മീഷനെ വെച്ചു. അതായത് രാമേന്ദ്രൻ ഒരു കമ്മീഷൻ വെച്ചു. അതിനുശേഷം ഇതിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പഴയ ഷിപ്പിംഗ് സെക്രട്ടറിയായിട്ടുള്ള K. മോഹൻദാസിൻ്റെ ഒരു വേറൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പോൾ ഇതിലെവിടെയും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 9 വർഷത്തിനുള്ളിൽ അത്തരം അഴിവ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് എടുക്കാമായിരുന്നു. അത്തരം കേസൊന്നും ഉണ്ടായിട്ടില്ല. എന്തെല്ലാം പറഞ്ഞാലും അപ്പോൾ അതിൽ അഴിമതികളെല്ലാം നടത്തിയെടുക്കാനായിട്ടുള്ള. പിന്നെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, ഈ രാഷ്ട്രീയ പാർട്ടി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ അദാനി എന്ന വ്യക്തി ആരാ? അദാനി ശരിക്ക് പറഞ്ഞാൽ അയാൾ 2014 ശേഷമാണ് BJPയുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. അതിന് മുമ്പ് അയാൾക്ക് അടുപ്പമുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ പോർട്ട് ഏറ്റെടുത്തതിന് ശേഷമാണ്, അന്ന് മോഡി അവിടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആ അടുപ്പം തുടങ്ങുന്നത്. എന്നാൽ അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്നു. കമൽനാഥിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള വളരെ അടുപ്പവും. പക്ഷേ ചില കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതിൽ സോണിയാഗാന്ധി മാറ്റി നിർത്തപ്പെട്ടപ്പോഴാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം അദാനി വളർന്നത് തന്നെ കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ്. ഇതൊരു സാധാരണക്കാരായിട്ടുള്ള ലോജിസ്റ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു. പിന്നീടാണ് ഷിപ്പിംഗ് ലൈനിലൊരു ഏജൻ്റായിട്ട് വരലും പിന്നീട് അതിന് ശേഷം മറ്റുള്ള വളർച്ചയിലേക്ക് വരുന്നത്. ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ സഹായിച്ചിട്ടുള്ള കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ്സുമായിട്ട് ഏറ്റവും നല്ല ബന്ധങ്ങളുള്ള ഒരാൾ. അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി ഈ KV തോമസുമായി ഇത്തരത്തിൽ ഇത് അദാനിയുമായുള്ള ചർച്ച നടത്താൻ തന്നെ ഉണ്ടായ കാരണങ്ങൾ. അപ്പോൾ അദാനിയെ സംബന്ധിച്ച് അയാൾ ബിസിനസ് തന്നെ, അയാൾക്ക് ഇന്നൊന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ ഉൾത്തളങ്ങളിൽ കൃത്യമായിട്ടുള്ള സംഭാഷണമുണ്ട്. അതായത് അവർക്ക് പേടിയുണ്ടായിരുന്നു. സമരം ചെയ്തൊരു സർക്കാർ അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പായപ്പോൾ ഈ പറയുന്ന CPMനും
അവർ ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഡൽഹിയിലുള്ള വാർത്ത. അപ്പോൾ അദാനിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഫണ്ട് ചെയ്യും. അത് 2016 ഇലക്ഷന് സഹായിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത ഡൽഹിയിൽ പോലും ഉണ്ട്. അപ്പോൾ അദാനിയെ സംബന്ധിച്ചൊരു ബിസിനസ്സുകാരനാണ്. ഏതായാലും വിഴിഞ്ഞം പദ്ധതി കേരളത്തിന് അനിവാര്യമായിരുന്നു. അത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ അധികം ഉപകാരപ്രദമായിരിക്കുമെന്നതിന് സംശയമൊന്നുമില്ല. ആരതിന് ക്രെഡിറ്റ് എടുത്താലും അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അദാനിയെ കേരളത്തിലേക്ക് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്നലെ വേദിയിൽ അദാനിക്ക് കൈ കൊടുക്കുന്നതിൻ്റെ മനോഹര ചിത്രം നമ്മൾ കണ്ടു. ഇത് പല കാര്യങ്ങളും ഇപ്പം അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലാവട്ടെ, എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഒരു ഘട്ടത്തിൽ എതിർക്കുക, പിന്നീട് അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു CPM-ൻ്റെ ഒരു വൈരുദ്ധാത്മിക ഒരു സംവിധാനം ഇതിലും ഉണ്ടായിരുന്നു അല്ലേ? അല്ല, അതിപ്പോൾ ഈ കമ്പ്യൂട്ടർ മാത്രമല്ല, അതിന് മുമ്പ് ട്രാക്ടർ എല്ലാവരും അതുണ്ട്. അത് ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പാർട്ടിയുടെ ചില ചട്ടക്കൂടുകളുണ്ട്. തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഇപ്പോൾ അതൊക്കെ മാറിയെങ്കിലും ആ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അന്ന് അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, മറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദാനിയെ ഇന്നലെ വാസവന് വിശേഷിപ്പിച്ചത് പാർട്ട്ണർ എന്നാണ്. അത് മോഡി ആ വാക്കെടുത്തെടുത്ത് വീണ്ടും ഉപയോഗിച്ചു. CPM-ൽ തന്നെ അതിന് ചില വ്യത്യസ്ത കോളൊന്നും അത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഐസക് വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്ന് മുതലാണ് പാർട്ട്ണറായത്? 2016 മുതൽ പാർട്ട്ണറാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ. അപ്പോൾ ഈ പാർട്ട്ണർ എന്ന് പറയുന്ന വാക്ക് അതിന് തെറ്റൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലാണ്. അതായത് കേരള ഗവൺമെൻറ്റും അതേപോലെ അദാനിയുടെ കമ്പനിയുമായിട്ട്. പക്ഷേ അതിലെനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ഇത് പ്രാവർത്തികമാക്കാമായിരുന്നു സിയാൽ മോഡൽ നേരത്തെ തന്നെ. കാരണം ഏറ്റവും കൂടുതൽ പൈസ അതിനുവേണ്ടി പണം ചിലവാക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. മാത്രമല്ല ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്നതിൽ 800 ചില്ലാനും കോടിയുടെ കടം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് 12,000 ചില്ലാനും കോടി തിരിച്ചു നൽകേണ്ടി വരികയാണ്. അപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് വേണ്ടി നമ്മൾ പോയപ്പോൾ ആ എഗ്രിമെൻറ്റ് തീർച്ചയായിട്ടും കേരളത്തിന് വളരെ ദോഷകരമാണ്. നമുക്ക് കിട്ടേണ്ട ഫണ്ട് ഇത് ഈ 800 ചില്ലാനും കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവാസികളിൽ നിന്ന് ഉണ്ടാക്കാമായിരുന്നു. ഒരു സംശയം വേണ്ട. അത്തരത്തിലിതിന് പോകുമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരിതിലേക്ക് എത്താമായിരുന്നു. 12,000 കോടിയോളം തിരിച്ചു നൽകണം എന്ന് പറയുമ്പോൾ 20% പ്രോഫിറ്റിൻ്റെ ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ തെറ്റായൊരു ഇതിലേക്കാണ് പോയത്. ഇപ്പോൾ വിദ്യാഭ്യാസ നയത്തിലും ഇപ്പോൾ അതുപോലെ തന്നെയല്ലേ? PM ശ്രീക്ക് ഇപ്പോൾ പോയിട്ട് ഒപ്പിട്ടാൽ വൈകുന്നേരം കാശ് തരാമെന്നുള്ള. അപ്പോൾ BJP ഗവൺമെൻറ് തീർച്ചയായും എല്ലാ സർക്കാരുകളെയും അത് അവരുടെ നയങ്ങൾക്കനുസരിച്ച് അതിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഒതുക്കുന്നൊരു ഇത് നിലവിലുണ്ട്. അപ്പം അതിന് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് പോകേണ്ടായിരുന്നു. ഏതായാലും പാർട്ട്ണർഷിപ്പ് ഇത് മുന്നോട്ട് നല്ല എനിക്ക് പോകേണ്ടതാണെന്നാണ്. അതായത് കേരളത്തിന് ഇതൊരു അനിവാര്യമായ കാര്യമാണ്. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വൈറലായിട്ടുണ്ട്. അതായത് 10 മണിക്കത്തെ കാര്യത്തിന് 8 മണിക്ക് വേദിയിൽ വന്നിരിക്കുക, വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക. കുറേ നാളുകളായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരിലൊക്കെ ഒരു പക്വതക്കുറവ് അങ്ങ് കാണുന്നുണ്ടോ? അല്ല, അതിൽ പക്വതക്കുറവായിട്ട് കാണേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച പാർട്ടി അടുത്ത ഇലക്ഷന് കുറച്ചെങ്കിലും ഏതെങ്കിലും സീറ്റുകൾ ജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെങ്ങനെയും ഞാൻ ഏത് നിലയ്ക്കും ഇത് നേടിയെടുക്കുക. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ജോലിയിൽ നിന്ന് മാറേണ്ടി വരും. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച കാര്യം നടത്തിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനു മുമ്പുള്ള പല സംസ്ഥാന പ്രസിഡന്റുമാരും എങ്ങനെ മാറിയെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിന് ഏത് ഒന്നാമത്തത് ഇത്തരം പ്രോജക്റ്റുകളുടെ ഒക്കെ സംസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രത്തിൻ്റെയൊക്കെ പരിപാടികളാകുമ്പോൾ അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ വിളിക്കേണ്ട ആവശ്യമില്ല, അവരെ വേദിയിൽ എത്തേണ്ട ആവശ്യമില്ല. കാരണം പലരും ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ എവിടേക്ക് അതിനെ നയിക്കുമെന്ന് നമുക്കറിയാം. രാഷ്ട്രീയപരമായിട്ടുള്ളതിലേക്കൊക്കെ കൊണ്ടുപോവാണ്. അത് ഇന്നത്തെ കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ രാജീവ് വേദിയിലിരിക്കുന്നതിനെ സദസ്സിലിരുന്നു കൊണ്ട് മുഹമ്മദ് റിയാസ് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം മുഹമ്മദ് റിയാസ് ഇട്ടിരിക്കുന്ന ഒരു ചിത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഴിഞ്ഞം സന്ദർശിച്ച കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളുടെ മകനുമുണ്ട്. അപ്പം രാജീവിനെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് റിയാസിനും CPM-നും ഉള്ളത്? അതിൽ എല്ലാ നേതാക്കളും ഞാൻ പറഞ്ഞല്ലോ
ഇത്തരം കാര്യങ്ങളിൽ എല്ലാ നേതാക്കളും അത് അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ കുടുംബത്തെ ബാക്കിയുള്ളവരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ അതിൽ തന്നെ നിലനിർത്തേണ്ടതാണ്. അപ്പോൾ ഇനി നാളെ മറ്റൊരാൾക്കും ഇതേ ഇതിൽ വരുമ്പോൾ പറയാമല്ലോ, പണ്ട് പിണറായി വിജയൻ ഫാമിലി ആയിട്ട് വന്ന് എന്താ നിങ്ങൾ ചോദിക്കാത്തതെന്നുള്ളത് ചോദ്യം മറിച്ചും ചോദിക്കും. അപ്പോൾ പ്രസിഡൻസ് എന്നുള്ള ഇതിലേക്കൊക്കെ ഇത് ഓരോന്ന് എത്തിക്കുകയാണ്. അത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇവിടെ ഇത്തരത്തിലുള്ള ഈ സർക്കാരിൻ്റെ ഭാഗമായ പരിപാടികളിലേക്കൊക്കെ അവർ വരുമ്പോൾ അതിനി അവർ കൊടുക്കുന്ന ഒരു കുപ്പി കുടിവെള്ളം ആവട്ടെ, അതാണെങ്കിൽ പോലും സാധാരണ ജനത്തിൻ്റെ നികുതി പണമാണല്ലോ. അതോടൊപ്പം തന്നെ ഇവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ ഈ മകളും കുടുംബാംഗങ്ങളും പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സമീപനം ശരിയാണോ? ഈ സൂക്ഷ്മത അതാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും അനിവാര്യമായത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതുണ്ട് ആദ്യം. അത് ഏതൊരു ഭരണാധികാരിയാണെങ്കിലും അതേത് പാർട്ടിയിലാണെങ്കിലും ഇന്ന് അതൊക്കെ പോയി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കുന്നതിലേക്കും അതിന് സപ്പോർട്ട് പറയുന്ന കുറേ ആളുകളിലേക്കുമായിട്ട് ഒതുങ്ങുകയാണ് സമൂഹം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയത്തിൽ വന്നൊരു ഈ പറയുന്ന മൂല്യച്യുതിയുടെ ഭാഗമാണത്. മറ്റൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം കെ രമയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തേക്ക് വന്നത് സംസ്ഥാനത്ത് പുതിയൊരു മുന്നണിയുടെ ആവശ്യകതയേറുന്നു. ഇപ്പം അങ്ങ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള NCP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം സോഷ്യലിസ്റ്റ് ഇടത് സ്വഭാവമുള്ള സംഘടനകളെല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ആലോചന അവർ പൊതുസമൂഹത്തോട് പങ്കുവച്ചു. ശരിക്കും അങ്ങയുടെ രാഷ്ട്രീയ വിശദീകരണ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ആ യാത്രയും സമാനമായ ഒരു കേരളത്തിലെ പല പ്രമുഖരുമായിട്ട് അങ്ങ് സംസാരിക്കുക, ഇതേ ആശയം തന്നെയാണ് അങ്ങ് പങ്കുവച്ചത്. ശരിക്കും നിങ്ങൾ എല്ലാം കൂടി ഇത്തരത്തിലുള്ളൊരു ആശയത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അല്ല, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇന്ന് ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. അതായത് അത് ABC ഏത് മുന്നണിയാണെങ്കിലും ആ മുന്നണികൾക്കൊന്നും കേരളത്തെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കടക്കണി കൂടുന്നു, ജനങ്ങൾക്ക് തൊഴിലില്ല, അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകേണ്ടി വരുന്നു, അതും അവരുടെ പാരൻസിൻ്റെ ലോൺ എടുത്തുകൊണ്ട് കടക്കണിയിലാക്കിയിട്ടാണ് പോകുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ തൊഴിലില്ല. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല അതിനപ്പുറം ഇവിടെ നാളത്തെ ഒരു പ്രതീക്ഷയില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് ശരിയായി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലല്ലോ, ഇത് കൂടി വരാമെന്നല്ലാതെ. അപ്പോൾ അതിനൊരു മാറ്റം ഇവിടെ അനിവാര്യമാണ്. ഇവിടെ ഇത്രയും കടങ്ങളുള്ളപ്പോഴും സർക്കാരുകൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം നോക്കാതെ വീണ്ടും കടം വാങ്ങിക്കുന്നു, ദൂർത്ത് മറ്റൊരു സൈഡിലൂടെ വരുന്നു. അനാവശ്യമായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിലോ അവർക്ക് വരുമാനമോ ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ വരുന്നു. ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ശമ്പളം കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ ആളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനനുസരിച്ചൊരു മാറ്റം ഇവിടെ കൊണ്ടുവരണമെന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു ചിന്തയിലേക്ക് ഞങ്ങൾ പോയതും. ഞങ്ങളാണ് ആദ്യം ഒരു ദേശീയ പാർട്ടി എന്നുള്ള NCP. കാരണം ഞങ്ങൾ ഒരു മുന്നണിയിലും ഇല്ല. ഞങ്ങൾ LDF ഇല്ല, UDF ഇല്ല, NDAയിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കാരണം ഇവരെല്ലാം ഞങ്ങൾ NDAയുടെ ഭാഗം, മഹാരാഷ്ട്രയിൽ NDAയുടെ ഭാഗമായതുകൊണ്ടാണ് ഞങ്ങളെ LDF UDF അതിൽ മാറ്റി നിർത്തിയത്. പക്ഷേ ഞങ്ങളതിൽ തീരുമാനമെടുത്തു. അത്തരത്തിൽ ഇവിടെ ഏത് മുന്നണിയാണെങ്കിലും അതെന്താണെന്ന് നമുക്കറിയാം, അതിലുള്ള മറ്റ് കക്ഷികളുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു മുന്നണിയിലുമില്ലാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സമാനമായി ചിന്തിക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നണിയുടെ ആവശ്യം ആദ്യമായി അത് എടുത്ത് കാണിച്ചത് NCP ആണ്. അതിനുവേണ്ടിയാണ് ഒരു കേരള യാത്ര നടത്തിയതും വിശദീകരിച്ചതും. മാത്രമല്ല അതിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ 7 കോടി, ഇപ്പോൾ ഈ 6 ലക്ഷം കോടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 42,000 കോടി കൂടി ഇപ്പോൾ ഈ വർഷം എടുക്കാൻ സാങ്ഷൻ വന്നിട്ടുണ്ട്. അത് അതിൽ കൂടുതൽ എടുക്കും. അപ്പോൾ 7 ലക്ഷം കോടിയിലേക്ക് എത്തുന്നതിനെ വീണ്ടും അടുത്ത 10 വർഷത്തേക്ക് ഇത് തിരിച്ചെങ്ങനെ കൊണ്ടുവരണം എന്നുള്ള എനിക്കുള്ളൊരു സ്റ്റഡി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത 10 വർഷം കൊണ്ട് 0 ഡെപ്റ്റിലേക്ക് എങ്ങനെ ഇതിനെ മാറ്റാൻ പറ്റും, കേരളത്തെ മാറ്റാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലെല്ലാം കൃത്യമായി നടപടിയെടുക്കുകയാണെങ്കിൽ അതിന് കഴിയും. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന 4ാം മുന്നണിക്ക് വരാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ KK രമ പബ്ലിക്കായിട്ട് ഇന്നലെ പറഞ്ഞു മാത്രമല്ല, ഞങ്ങളതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കുറേ നാളായി. സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ കേരളത്തിലുണ്ട്, പല പാർട്ടികളുണ്ട്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് മുന്നണിയിലുള്ള പാർട്ടികൾ പോലും നിരാശരാണ്, അവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ഈ പഞ്ചായത്ത് ഇലക്ഷന് ശേഷമാണ്
ഞങ്ങൾ അതിനു വേണ്ടി കാര്യമായിട്ടുള്ളൊരു എഫർട്ടിൽ പോകുന്നു. പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ പറയുന്ന പാർട്ടികൾ എല്ലാവരുമായി യോജിച്ചുകൊണ്ട് എങ്ങനെ നീങ്ങാം എന്നുള്ള ഒരു താല്പര്യം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏതായാലും KK രമ അത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് നല്ല കാര്യം, ബാക്കിയുള്ളവരും അതിൻ്റെ കൂടെ വരട്ടെ എന്നാണ് പറയാനുള്ളത്. അപ്പോഴും സംസ്ഥാനത്ത് അധികാരം പങ്കിടുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിലൊക്കെ അധികാരം പങ്കിടുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ 4 മുന്നണിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങളാണല്ലോ അതെ. ഇപ്പം നമുക്ക് ആപ്പ് ഡൽഹിയിൽ നേടിയൊരു വിജയം എന്താ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് പഞ്ചാബിൽ നേടിയില്ലല്ലോ. ഏതെല്ലാം പിന്നീട് അവരുടെ പ്രശ്നങ്ങളോ ബാക്കി വന്നോ അല്ലെങ്കിൽ അതൊക്കെ വേറെ വിഷയം. പക്ഷേ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് ഇത് മാറാൻ കഴിയൂ. ആ മാറ്റം അനിവാര്യമാണ്. ഇന്ന് ജനങ്ങൾ അതിന് തയ്യാറായി വരികയാണ്. അതുകൊണ്ട് ഇത് നടപ്പിലാവും, ഒരു സംശയം വേണ്ട. പക്ഷേ അതിനെന്ത് വേണം? കെട്ടുറപ്പുള്ള, അഴിമതിക്കെതിരെ ചിന്തിക്കുന്ന, കേരളം മാറണം, അതിന് മാറ്റം വന്ന് എല്ലാവർക്കും തൊഴിലവസരങ്ങളും അതുപോലെ തന്നെയുള്ള വ്യത്യസ്തമായ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തുന്നൊരു സംസ്ഥാനമാകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ പിന്നിലുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല, വെറുതെ ഒരു മുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടി ഒരു മുന്നണി വന്നിട്ട് കാര്യമൊന്നുമില്ല. അത് അങ്ങനെയാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മുന്നണി വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു വിഷയത്തിലേക്ക് വന്ന വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കലാകാരൻ, വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് എന്ന് പറയുന്നൊരു കലാകാരനെ പോലീസ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പിടികൂടുകയാണ്. അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും ആരും തന്നെ ന്യായീകരിക്കുന്നില്ല. എന്നാൽ ലഹരി ഉപയോഗത്തിന് ശേഷം ഈ കേസിൽ നിന്നും നേരെ പുലിപ്പല്ല് ധരിച്ചു എന്നത് വേഗം വനംവകുപ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. കോടതി വളരെ രൂക്ഷമായിട്ടാണ് വനംവകുപ്പിനെ വിമർശിച്ചിരിക്കുന്നത്. ആദ്യം മന്ത്രി അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് പറഞ്ഞ മന്ത്രി പിന്നീട് അവരെ തള്ളി പറയേണ്ടി വന്നു. ഇതേ സമയം വനംവകുപ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒട്ടേറെ ആളുകളാണ് കാട്ടാന അല്ലെ വന്യജീവി ആക്രമണത്തിൽ മരിച്ചത്. അതിനകത്ത് നല്ലൊരു ശതമാനം ആദിവാസികളാണ്. അധികമാരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത വളരെയധികം സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ വനംവകുപ്പ് അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം അതായത് ഈ മന്ത്രിയുടെ പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ പോലും താൽക്കാലിക ജോലിക്ക് ആളുകളുടെ നിന്ന് വലിയ രീതിയിൽ പണം വാങ്ങി എറണാകുളത്തൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കുത്തഴിഞ്ഞ സംവിധാനം, ആ കുത്തഴിഞ്ഞ സംവിധാനത്തിൻ്റെ നാഥൻ തന്നെ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. എങ്ങനെയാണ് ഈ വനം വകുപ്പിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കാണുന്നത്? വനം വകുപ്പ് ശ്രീ AK ശശീന്ദ്രൻ ഏറ്റെടുത്തതിന് ശേഷം അതിനകത്ത് നടന്നതെല്ലാം കുത്തഴിഞ്ഞതാണ്, സംശയം വേണ്ട. ഒന്നിലും കൃത്യമായി അദ്ദേഹത്തിന് ഒരു റോളുമില്ല. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചും അവിടെ തീരുമാനങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. ഇവിടെ നാം കാണേണ്ടത് ഈ ശശീന്ദ്രൻ ഈ പറഞ്ഞതിനെ മാറ്റി പറയേണ്ടി വന്നത് അദ്ദേഹത്തിന് അതല്ലാതെ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ചില റാക്കറ്റുകളുടെ ഇതിൽ കുടുങ്ങി നിൽക്കുകയാണ്. അതായത് പല ചാനലുകളിലൊക്കെ അതിനെപ്പറ്റി വന്നിട്ടുണ്ട്. ചില സ്ത്രീകളുമായ ബന്ധങ്ങളിൽ അവർ ഇദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമാണെന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് 30-ാം തീയതി റിട്ടയർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ 7ഓളം കേസുകളുള്ളത്. അതെ, അതായത് ഇപ്പം ചീഫ് സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാൽ അയാളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ്, സസ്പെൻഷനല്ല, അതെ, ജോലിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കേസിനെ തിരിച്ച് വീണ്ടും ശശീന്ദ്രൻ നിർബന്ധമായിട്ട് അയാളെ തിരിച്ചെടുക്കണം എന്നുകൊണ്ട് അയാൾ റിട്ടയർമെൻറ്റ് സ്പെഷ്യൽ കൊടുത്തുകൊണ്ട് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവിട്ടിട്ട് അയാളെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അയാളും ഈ പറയുന്ന വലയത്തിലുള്ള ആളാണ്. അപ്പോൾ ശശീന്ദ്രന് അതല്ലെങ്കിൽ ഇയാളെ 30-ാം തീയതി തിരിച്ചെടുത്തിൽ ശശീന്ദ്രൻ 30-ാം തീയതി രാജിവെക്കേണ്ടി വരും. കാരണം അവർ അത്ര രൂക്ഷമായതിൽ അയാളുടെ സംഭാഷണങ്ങളും മറ്റുള്ളതും പുറത്തു വിടുമെന്ന ഭീഷണി വരെ മുഴക്കിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് NCPSൻ്റെ പഴയ അതിലെ പ്രവർത്തകർ പലരും നമ്മളായിട്ട് ബന്ധങ്ങളുണ്ട്. അവരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരം അതാണ്. അദ്ദേഹത്തിന് വേറെ വഴിയില്ല. അദ്ദേഹത്തിന് മുൻപുണ്ടായ പഴയ പൂച്ചക്കുട്ടി വിവാഹം പോലെയുള്ള അതിനേക്കാൾ രൂക്ഷമായ വലിയൊരു വിവാഹത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് നടത്തി കൊടുത്തില്ലെങ്കിൽ അയാളുടെ ഇതിൻ്റെ റെക്കോർഡുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ മറ്റൊന്ന് ഞാൻ പറയാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ സംസ്ഥാന ജനറൽ സംഘടന പോലുള്ള KR രാജൻ പോലും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിനെതിരെ ഈ പറയുന്ന നിയമത്തിനെതിരും അതിൽ ബാക്കിയുള്ളതിനെതിരും ചെയ്ത് തെറ്റാണെന്നുള്ള ഈ വേടൻ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്.
അപ്പോൾ അത് തന്നെ ബോധ്യപ്പെടുത്തുന്നത് അവർക്കെല്ലാം അറിയാം. പക്ഷെ മിണ്ടാൻ പറ്റാത്ത, ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്നുണ്ട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അവസ്ഥയിൽ അദ്ദേഹം മാന്യതയോടുകൂടി എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിഞ്ഞ് മാറുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല ആളുകളും പല ഇതും നോക്കിയിരിപ്പുണ്ട്. കാരണം ആ പാർട്ടിയിൽ തന്നെ 3 വിഭാഗമായി മാറിക്കഴിഞ്ഞു, NCPS. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും ഇത്. അങ്ങനെയുള്ള ഒരു മന്ത്രിയിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. വളരെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത പുറത്തു വന്നത് കുമരകത്ത് RSSനോട് താല്പര്യമുള്ള ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയെന്നാണ്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും കേരളം കേട്ടിട്ടില്ലാത്തൊരു വാർത്തയായിരുന്നു അത്. എങ്ങനെയാണ് ഒരു സംഘപരിവാർ വിഭാഗത്തിന്, അത് ഒരു ഇടതു ഭരണകാലത്ത് ഇങ്ങനെ ഒത്തുകൂടുവാൻ കഴിയുന്നത്? അതിന് മറുപടി പറയേണ്ട സർക്കാരാണ്. സർക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ വീഴ്ചയാണത്. അതായത് സർക്കാരിൻ്റെ, അതായത് പോലീസ്, പ്രത്യേകിച്ച് ഒരു പോലീസ് സേനയിൽ അത്തരത്തിലുള്ള ആളുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലീസ് സേനയിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ്. അത്തരം ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് പോലും അവിടെ ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷമാണ് വാട്സപ്പിലൂടെ പല മെസ്സേജുകൾ വന്നപ്പോഴാണ് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ടുള്ളത് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് വീഴ്ചയാണ്, ഒരു സംശയം വേണ്ട, നടക്കാൻ പാടില്ലാത്തായിരുന്നു. അതെ. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. ഇപ്പം അങ്ങ് കേരള രാഷ്ട്രീയത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള, ഇപ്പം 4ാം മുന്നണി ആവട്ടെ, അങ്ങനെ പല കാര്യങ്ങളും അങ്ങ് പറഞ്ഞു വെച്ചതിന് പിന്നാലെ കേരള രാഷ്ട്രീയം ചെറുതായെങ്കിലും സഞ്ചരിക്കുന്നത് നമ്മൾ സമീപകാലത്ത് കാണുന്നുണ്ട്. അങ്ങും നിലമ്പൂർ എന്തൊക്കെയോ ലക്ഷ്യം വെച്ച്, NCP സ്വാഭാവികമായിട്ടും ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ടാകുമല്ലോ. എങ്ങനെ ഇത് മറ്റ് UDF ആവട്ടെ, LDF ആവട്ടെ, ND ആവട്ടെ, അവിടെ യോഗങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയൊക്കെ നടക്കുന്നു, വാർ റൂമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. NCP ഏതുവരെ എത്തി നിലമ്പൂരിൽ? അല്ല, ഞങ്ങൾ ഏതായാലും ഈ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനമെടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുണ്ട്, അവിടെ നിർത്തണമെങ്കിൽ നിർത്താം, മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ചർച്ചയുടെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നതല്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ. അപ്പോൾ അങ്ങനെ ഒരു CPM പോലും അവരുടെ സ്ഥാനാർത്ഥി ഇതുവരെ പറയുന്നില്ലല്ലോ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കഴിയട്ടെ എന്ന് വെച്ചിരിക്കണം. അപ്പോൾ അത് വരുമ്പോൾ ഒട്ടനവധി വ്യത്യസ്ത പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ പല ആളുകളും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇത് പ്രഖ്യാപിക്കും, ആദ്യം തീയതി പ്രഖ്യാപിക്കണം. ഇനി ഇലക്ഷൻ ഇതൊക്കെ പറഞ്ഞാൽ നടത്തൂല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. പണ്ട് കുട്ടനാട് ഇതേപോലെ തന്നെ ഇലക്ഷൻ വരുന്നതുകൊണ്ട് സ്ഥാനാർത്ഥി നിശ്ചയിച്ചു, തോമസിന് വന്നു. പക്ഷേ അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല. അപ്പോൾ അതുപോലെ ഇതും എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കളക്ടറുടെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത്. എല്ലാം പ്രിപ്പയർഡാണ്, ഇലക്ഷന് മഴയ്ക്ക് മുമ്പ് നടത്താൻ കഴിയുമെന്നൊക്കെ പറയുന്നത്. പക്ഷേ BJP അതിന് തയ്യാറില്ല എന്നുള്ള റിപ്പോർട്ടും ഇപ്പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അത് വരട്ടെ, വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനം പാർട്ടി എടുക്കും. കഴിഞ്ഞ ദിവസം RMP നേതാവ് KK രമ പറഞ്ഞു വെച്ച 4ാം മുന്നണി എന്ന ആശയം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കേരള രാഷ്ട്രീയത്തോട് പറഞ്ഞു വെച്ചത് NCPയും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ NA മുഹമ്മദ് കുട്ടിയും തന്നെയാണ്. അതേ നിലയിൽ കേരള രാഷ്ട്രീയത്തിലെ മറ്റ് ഇടത് സോഷ്യലിസ്റ്റ് സംഘടനകൾ കൂടി സഞ്ചരിക്കുമ്പോൾ വിജയിക്കുന്നത് NCPയുടെ രാഷ്ട്രീയം കൂടിയാണ്. അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം.